ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങാണ് കേട്ടോ, പ്രസവത്തിന്. നമ്മുടെ ശിവരാത്രി ദിവസമായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇന്നാണ് കേട്ടോ ഇടുന്നത്. ടൈം കിട്ടിയില്ല. വീട്ടിലാണെങ്കിൽ അവിടെ റേഞ്ചും ഇല്ല കേട്ടോ ജിയോയ്ക്ക്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അമ്മ അവിടെ അവിയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് സദ്യയാണ് ഉണ്ടാക്കുന്നത്. ശിവരാത്രി ദിവസമായിരുന്നു കേട്ടോ കൊണ്ടുപോകൽ. അപ്പോൾ എല്ലാവർക്കും അമ്പലത്തേക്കൊക്കെ പോകണ്ടേ, അപ്പോൾ സദ്യയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞങ്ങൾ കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തന്നെ നുറുക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നതും ചായ വെക്കുകയാണ്. ചായ കുടിച്ചാലാണ് ഒരു എനർജി ഉള്ളൂ കേട്ടോ. ഇത് ഇന്നലെ വാങ്ങിയ മുല്ലപ്പൂവാണ് കേട്ടോ. ആ ഏട്ടൻ എന്തായാലും വിരിയെന്ന് പറഞ്ഞ് തന്നതാണ്. കുഞ്ഞു കുഞ്ഞു മുട്ടയായിരുന്നു കേട്ടോ. ഞാൻ അപ്പം തന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആൾ വിരിയെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ വിരിഞ്ഞില്ല. ഇനി പോകുമ്പോഴേക്കും വിരിയുമായിരിക്കും. അങ്ങനെ ഇനി നമുക്ക് അടുത്തത് അവിയലും മത്തങ്ങ എലിശ്ശേരിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ പായസവും പിന്നെ രസമൊക്കെ വെച്ചത്. പായസം പരിപ്പ് പായസമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പരിപ്പ് പായസമാണ് ഇഷ്ടം. പരിപ്പ് പായസവും രസവും ഒക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ശിവരാത്രിയൊക്കെ അല്ലേ, വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അമ്പലം പോകുമ്പോഴേക്കും ടൈം എടുക്കും. അപ്പോൾ ഞാൻ ആ ചുട്ടിയും രാവിലെ തന്നെ ഞങ്ങൾ പോയി കേട്ടോ. ആ ചുട്ടി ഇല്ല എന്നൊക്കെ പറയാണ്, പക്ഷെ ഞാൻ അവളെ പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുപോയി കേട്ടോ. അവളാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അച്ചുണ്ണിയാണ് വീഡിയോസൊക്കെ എടുത്ത് തന്നെ. വൈകുന്നേരം വീട് എത്തുമ്പോഴേക്കും നല്ല ലേറ്റാവും. അപ്പോൾ പിന്നെ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയത്തെ കുക്കിങ്ങൊക്കെ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ പായസം വെക്കാമല്ലോ കേട്ടോ. അത് അമ്മയാണ് വെക്കുക. പായസത്തിൻ്റെ ഭാഗത്തേക്കേ ഞാൻ പോവാറില്ല. അങ്ങനെ നമ്മുടെ എല്ലാ സദ്യവട്ടങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത് കുമ്പളങ്ങയും കൊണ്ട് ഓലം വെച്ചതാണ് കേട്ടോ. പിന്നെ മാങ്ങച്ചാറ്, ചോറ് റെഡി ആയിട്ടുണ്ട്, പപ്പടം, പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അനിയത്തിയുടെ വീട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ രസം, ഉപ്പേരി, കാബേജ് ഉപ്പേരി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു തകർപ്പൻ സദ്യ റെഡിയാക്കി. അപ്പോൾ ഒരു വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ അപ്പം തന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും വേഗം സദ്യ കൊടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മ, അനിയത്തിയുടെ നാത്തൂനാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്. ഇത് ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ. പിന്നെ അച്ഛൻ, എൻ്റെ അച്ഛൻ, പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വിഭവസമ്പുഷ്ടമായ സദ്യ തന്നെ കൊടുത്തു കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ബിരിയാണിയേക്കാളും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം സദ്യ തന്നെയാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ സദ്യ വയ്ക്കുള്ളൂ. മിക്കപ്പോഴും ചിക്കൻ ബിരിയാണി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോവും. അപ്പം എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സാരി കൊടുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കാല് പിടിക്കൽ ചടങ്ങാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ്റെ കാലാണ് പിടിക്കുന്നത്. പിന്നെ അമ്മ, പിന്നെ ചേച്ചി, പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ, എല്ലാവരുടെ കാലും പിടിച്ചു കേട്ടോ. പക്ഷെ കുനിയാനൊന്നും വയ്യ. എന്തായാലും ഞാൻ പകുതി വരെ പിടിച്ചുള്ളൂ കേട്ടോ. കുനിയാനൊന്നും വയ്ക്കുന്നില്ല. അപ്പം ഇങ്ങനെ എല്ലാവരുടെ അനുഗ്രഹവും വാങ്ങി ഇറങ്ങുമ്പോൾ അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. സ്കാനിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അച്ഛന് ഭയങ്കര സങ്കടമാണ്. അച്ഛൻ ആദ്യം പോകുമ്പോഴും നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരുടെ കാലും പിടിച്ചിറങ്ങി. അച്ചുട്ടിയും വന്നു കേട്ടോ പിന്നാലെ. സ്കൂളൊക്കെ ഉണ്ട്, പക്ഷേ അവൾ ഇവിടെ ഇരിക്കില്ല, അവളും അങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പിന്നാലെ പോന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ശിവരാത്രിയായിട്ട് കൊട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അത് മാറ്റി വെച്ചു. കൊട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്താച്ചിട്ടായിരുന്നു, അത് മാറ്റി വെച്ചു കേട്ടോ. സ്കൂളിൽ പിന്നെ നോട്ടൊക്കെ എഴുതിയെടുക്കാം, അവിടെ ചെന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ കാലും പിടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് കേട്ടോ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും സ്കൂട്ടിയിലാണ് കേട്ടോ. അപ്പം അച്ഛൻ നല്ല കരച്ചിലാണ്. പോയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലോട്ട് എത്തി കേട്ടോ ഗൈസ്.